വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുന്ന നിലപാടുകളാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ മുൻ എംഎൽഎ ഡോക്ടർ കെ.സി. ജോസഫ്. മതനിരപേക്ഷത രാജ്യത്ത് വെല്ലുവിളി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇരിക്കുന്ന ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം മാമ്പുഴക്കരിയിൽ ചേർന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ കെ.സി. ജോസഫ്. BJP ഗവൺമെന്റ്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ഗവൺമെന്റിന്റെ നിലപാടുകൾ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ അസ്ഥിരമാക്കുന്ന, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വൃഥാവിലാക്കുന്ന, ഇല്ലായ്മപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യയെ ഒരു മതാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള പല നീക്കങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ പോലും മത നേതാക്കളെ കൊണ്ടുവന്നിട്ടുള്ള പൂജകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഇന്ത്യ നിലയിൽ വന്ന് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മതനിരപേക്ഷമായ ഒരു സംവിധാനത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി ആവിഷ്കരിച്ച് നടപ്പാക്കിയ ചില നടപടിക്രമങ്ങൾ പാർലമെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തന്നെ ഇല്ലായ്മപ്പെടുത്തുന്ന സ്ഥിതിയാണ് നരേന്ദ്രമോദി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് ജംഗ്ഷനിൽ ചേർന്ന സമ്മേളനത്തിൽ LDF മേഖലാ പ്രസിഡന്റ് CP ബ്രീവൻ അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി AK ആനന്ദൻ, നേതാക്കളായ KR പ്രസന്നൻ, R അനിൽകുമാർ, M കൃഷ്ണലത, അഡ്വക്കേറ്റ് D സലീംകുമാർ, CM അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. രാമഗിരി മാരാമ്പറമ്പ് ഓഡിറ്റോറിയത്തിൽ നിന്നും റാലിയായിട്ടായിരുന്നു പ്രവർത്തകർ സമ്മേളന നഗറിൽ എത്തിയത്. റാലിയുടെ ഭാഗമായി അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങളും വനിതാ പ്രവർത്തകർ നടത്തിയ കലാപരിപാടികളും ശ്രദ്ധേയമായി. കുട്ടനാട്ടിലെ നെൽകർഷകരുടെ ദുരിതങ്ങൾക്ക് കാരണക്കാർ CPI മന്ത്രിമാരാണെന്ന് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. അവർക്കുള്ള തിരിച്ചടിയായിരിക്കും തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കുട്ടനാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ കൃഷിക്കാരുടെ, കുട്ടനാട്ടിലെ കൃഷിക്കാരുടെ നമ്പർ 1 ശത്രു ഇവിടുത്തെ CPI മന്ത്രിമാരാണ്. അവരാണ് ഇവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. അവരാണ് കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. അവരാണ് കർഷകരെ കടക്കണിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് CPI മന്ത്രിമാരുടെ കെടുകാര്യസ്ഥതയും ഉത്തരവാദിത്വ ബോധമില്ലായ്മയുമാണ് കുട്ടനാട്ടിലെ കാർഷിക മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കുവാനുള്ള അവസരമായി, CPI മന്ത്രിമാർക്ക് മറുപടി കൊടുക്കാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ കാണണം. പള്ളാത്തുരുത്തിയിൽ നിന്ന് ബോട്ടിലാണ് പര്യടനം ആരംഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ UDF നേതാക്കളായ K ഗോപകുമാർ, സജി ജോസഫ്, PG സ്കറിയ, പ്രതാപൻ പറവേലി, CV രാജു, ജോസ് കാവനാട് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി M ശ്രീകുമാർ തൽസ്ഥാനവും കോൺഗ്രസ് പ്രാഥമികാംഗത്വവും രാജിവെച്ചു. ഇനി CPIM-മായി ചേർന്ന് പ്രവർത്തിക്കുവാനാണ് തീരുമാനമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനറൽ സെക്രട്ടറി സ്ഥാനവും കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്വവും ഞാൻ ഇതിനാൽ വെക്കുന്നു. ഇന്ന് ഞാൻ KPCC ആക്റ്റീവ് പ്രസിഡന്റ് ശ്രീ M അവർക്ക് ഞാൻ രാജിക്കത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനിയും കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അടുത്ത ആഴ്ച നിലപാട് പ്രഖ്യാപിക്കുന്ന ഏപ്രിൽ ആദ്യവാരം പ്രഖ്യാപിക്കും. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പം നിലപാടിലേക്ക് തന്നെ ഞാൻ പോവുകയാണ്. ഇപ്പോൾ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധതയുള്ളത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണെന്നും ബോധ്യപ്പെട്ടതിനാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച വിവരം ഞാൻ ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ചെന്നിത്തല തൃപ്പനന്തപുര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 29/12/2020 ഉണ്ടാക്കിയ എഗ്രിമെന്റ് അനുസരിച്ച് 30/12/2022 മാറേണ്ട രവികുമാർ ഇതുവരെ മാറാത്ത രവികുമാറിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കാത്തതിനാലും 3/1/2023 ഞാൻ അന്ന് പറഞ്ഞിരുന്നതാണ്, എൻ്റെ വീട്ടിൽ വന്ന് ഈ രവികുമാർ ഭീഷണിപ്പെടുത്തുകയും രാത്രി 8 മണിക്ക് ശേഷം അസഭ്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് 4/1/2023 DCC പ്രസിഡന്റ് ബാബു പ്രസാദിന് ഞാൻ പരാതി കൊടുത്തുവെങ്കിലും ഒരു നോട്ടീസ് അയക്കാൻ പോലും ഒരു നടപടിയിലേക്ക് പോകാനോ. ചെന്നിത്തല തൃപ്പരുന്തുറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവികുമാർ ധാരണപ്രകാരം മാറാത്ത സാഹചര്യത്തിലും തന്നെ അസഭ്യം പറഞ്ഞ രവികുമാറിനെതിരെ പാർട്ടി നേതൃത്വം നടപടിയെടുക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ശ്രീകുമാറിന്റെ രാജി.
ഇന്ത്യയുടെ ഭരണഘടനയും മതേതരത്വവും സംരക്ഷിക്കുന്നതിനായി BJP ഇതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K. സോമപ്രസാദ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി മങ്കൊമ്പ് തെക്കേക്കരയിൽ സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അതിപ്രധാനമാണ് എന്ന് പറയുന്നത് വെറുതെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭരണഘടനയും മതനിരപേക്ഷതയും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി BJP ഇതര ഗവൺമെന്റ്, ഒരു BJP ഇതര ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ അധികാരത്തിൽ വരണം. രണ്ടാമത്തത്, പാർലമെന്റ് മെമ്പർമാർ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കൈപോക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത് വിടുന്ന ആളുകളല്ല. അവര് ഏത് ജനങ്ങളെയാണോ പ്രതിദാനം ചെയ്യുന്നത്, ഏത് സംസ്ഥാനത്തെയാണോ പ്രതിദാനം ചെയ്യുന്നത്, ആ സംസ്ഥാനത്തിന്റെ ആവശ്യവും ആ ജനങ്ങളുടെ താല്പര്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർലമെന്റിന്റെ വേദികളടക്കം അവർക്ക് കിട്ടുന്ന എല്ലാ വേദികളും ഉപയോഗപ്പെടുത്താൻ അവർ ബാധ്യസ്ഥരാണ്. അവർ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ അംബാസിഡർമാരാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. മൂന്നാമത്തെ കാര്യം, ഇത് പാർലമെന്റിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നതിന് എല്ലാ സാധ്യതയുണ്ട്. LDF തെക്കേക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകുന്നേരം സംഘടിപ്പിച്ച പരിപാടിയിൽ CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ അധ്യക്ഷനായി. നേതാക്കളായ KK അശോകൻ, തോമസ് ജോസഫ്, B ലാലി, MS ശ്രീകാന്ത്, P സജിമോൻ, അഗസ്റ്റിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. കടുത്ത വേനലിൽ കുടിവെള്ളമില്ലാതെ ജനം നെട്ടോട്ടമോടുമ്പോൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പാഴായത് ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് തെക്കേക്കരയിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായത്. മങ്കൊമ്പ് ജംഗ്ഷനിൽ പകൽ സമയത്തും എരിയുന്ന ഹൈമാസ് ലൈറ്റും അനാസ്ഥയുടെ പ്രതീകമാണ്. കടുത്ത വേനലാണ്. കുടിക്കാനൊരൽപ്പം ശുദ്ധജലത്തിനായി കുട്ടനാട് കേഴുകയാണ്. വെള്ളം തരാമെന്ന് പറഞ്ഞവരാകട്ടെ തിരഞ്ഞെടുപ്പ് ചൂടിലുമാണ്. വേനൽ മഴയുടെ കനിവ് കാത്തിരിക്കുന്നതിനിടെയാണ് ചമ്പക്കുളം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നും ഈ കാഴ്ച. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് ജംഗ്ഷനും പാർട്ടി ഓഫീസിനുമിടയിലെ കലുങ്കിനോട് ചേർന്നുള്ള പൈപ്പ് പൊട്ടിയാണ് കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴായത്. സമീപവാസികൾ വാട്ടർ അതോറിറ്റി കിടങ്ങറ സെക്ഷനിൽ ദിവസേനയെന്നോണം വിളിച്ചറിയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആരോപണം. AC റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി കരാർ കമ്പനി മാറ്റിസ്ഥാപിച്ച പൈപ്പാണെന്നും വാട്ടർ അതോറിറ്റി ആരുടെയോ ഹൗസ് കണക്ഷൻ വിച്ഛേദിച്ചപ്പോൾ ബാക്കി വന്ന ഭാഗമാണിതെന്നും തുടങ്ങി അഭിപ്രായങ്ങൾ പലതാണ്. എന്തുതന്നെയായാലും പാഴായത് ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണെന്നോർക്കണം. എന്നിട്ട് കിട്ടാത്ത ജലത്തിന് വരെ കാശു കൊടുത്ത് മുടിഞ്ഞ ജനത്തെ നോക്കി ഏമാന്മാർ പറയുകയാണ് ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന്. 2 ആഴ്ചക്കാലമായി ഇവിടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശവാസികളായ സ്ത്രീകളൊക്കെ തന്നെ വിളിച്ചു പറയുമ്പോൾ അവർ വാർഡ് എവിടെ, സ്ഥലം എവിടെ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. കാര്യങ്ങൾ അന്വേഷിക്കും വെക്കും. 2 ആഴ്ചക്കാലം ഇവിടെ വെള്ളം അമൂല്യമാണ്, വൈദ്യുതി അമൂല്യമാണെന്ന് പറയുന്നെങ്കിലും ഈ തലത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അത് മാതൃകയായിട്ട് അത് ചെയ്യുന്നത്, അല്ലെ കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിക്കാനുള്ള ഇത് ഉണ്ടാവണം. വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്താൽ പോലും അവരൊന്ന് വന്ന് നോക്കുക പോലും ചെയ്യത്തില്ല. അതേസമയം മീഡിയ ഒക്കെ ഇടപെട്ടെന്ന് പറഞ്ഞാൽ മാത്രമേ എല്ലാവരും വരും, എല്ലാം ചിലവാക്കും. ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം അങ്ങനെ തന്നെയാണ്. ഇവിടെ 2 ആഴ്ചക്കാലം കുടിവെള്ളം, അതായത് ഇപ്പോൾ ആറ്റ് ഉപ്പുവെള്ളവും കൂടെ കയറിയിരിക്കുകയാണ്. ഇവിടെ കുടിവെള്ളമില്ലാതെ ഇവിടുത്തെ എല്ലാവരും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കും. ഈ ഇത്രയും കടുത്ത ചൂടുള്ളിടത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന സമയത്ത് 2 ആഴ്ചക്കാലമൊക്കെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വെറുതെ പോവുക എന്ന് പറയുമ്പോഴത്തേക്കൊന്നും അറിയാം. ഇപ്പോൾ പലരും ടാപ്പ് തുറന്നു വെച്ചാൽ കാറ്റ് വരുന്നതിന് വരെ ബില്ല് ഈടാക്കുകയാണ് വാട്ടർ അതോറിറ്റി. പക്ഷേ വെള്ളം പോകുന്നത് വേസ്റ്റായിട്ട് പോകുന്നതിന് ആരോട് ബില്ല് ഈടാക്കുകയില്ല. ഈ ചൂടുകാലത്ത് വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കണം, വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന് KSEBയും ബോധവൽക്കരിക്കും. എന്നിട്ടവർ നാട്ടിലെ ഹൈമാസ് ലൈറ്റുകൾ പകലും കത്തിച്ചിടും. ചമ്പക്കുളം ജംഗ്ഷനിൽ നട്ടുച്ചയ്ക്കും കത്തിജ്വലിച്ച് നിൽക്കുകയാണ് കൊടിക്കുന്നിൽ MP വക ലൈറ്റ്. മാസങ്ങളായി ഇതാണ് അവസ്ഥ. വൈദ്യുതിയും ജലവുമൊക്കെ അമൂല്യമാണെന്ന് ജനത്തെ ബോധവൽക്കരിക്കാൻ നടക്കുന്നവർക്കായി സർക്കാർ എത്രയും വേഗം ഒരു ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. 2 ആഴ്ചയിലേറെയായി ശുദ്ധജലം പാഴാവുന്നത് സമീപവാസികൾ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്തവർ KCV ന്യൂസ് വിഷ്വൽ എടുത്തതറിഞ്ഞ് തിങ്കളാഴ്ച ഉച്ചയോടെ എന്തായാലും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. വെള്ളക്കരമടയ്ക്കുന്ന സാധാരണക്കാരൻ മാറി മാറി വിളിച്ചിട്ടും തകരാർ പരിഹരിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈകി വന്ന വിവേകത്തിന് തൽക്കാലം കയ്യടിയില്ല. വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം കുറയ്ക്കുവാൻ AC കനാൽ തുറക്കണമെന്ന് AC കനാൽ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച കുടുംബ സദസ്സ് ആവശ്യപ്പെട്ടു.
അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടിന്റെ പേരിൽ കനാൽ തുറക്കുന്നത് മരവിപ്പിച്ച നടപടി സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമഠം. വെള്ളപ്പൊക്കത്തിന്റെ ശക്തമായ കെടുതികൾ നേരിടുന്ന എടത്വ, തലവടി, മുട്ടാർ, വെളിയനാട്, രാമങ്കരി, ചമ്പക്കുളം, ചങ്ങനാശ്ശേരി താലൂക്കിലെ പായിപ്പാട് എന്നീ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങളെ സംരക്ഷിക്കുവാനും വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം കുറയ്ക്കാനും AC കനാൽ തുറക്കുക തന്നെ വേണമെന്ന് നൈനാൻ തോമസ് പറഞ്ഞു. കിഴക്ക് നിന്നൊഴുകിയെത്തുന്ന അധിക ജലം മണിമലയാറ്റിലേക്ക് പുറന്തള്ളുവാൻ ഒന്നാങ്കര ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും കനാൽ സംരക്ഷണ സമിതി നടത്തിയ കുടുംബ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. സാമ്പത്തിക ബാധ്യതയില്ലാതെ തന്നെ ഗവൺമെന്റിന് സാധ്യമാക്കുവാൻ പറ്റുന്ന കാര്യമാണ് AC കനാൽ പള്ളാത്തുരുത്തിലേക്ക് പൂർണ്ണമായി തുറക്കുക എന്നുള്ളത്. വേറെ എന്തെല്ലാം കാര്യത്തിന് ഈ സംസ്ഥാനത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി കോടികൾ മുടക്കി ദുർവിനിയോഗവും അഴിമതിയും നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ഈ AC കനാൽ തുറക്കുന്ന വിഷയത്തിൽ ഗവൺമെൻറ് കാണിക്കുന്ന അനാസ്ഥയും നിസ്സംഗതയും ഒഴിവാക്കണം എന്ന് ഈ AC കനാൽ സംരക്ഷണ സമിതി ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുടുംബ സംഗമം ആവശ്യപ്പെടുകയാണ്. കുട്ടനാട്ടിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തികമായി മെച്ചപ്പെടുന്ന ഓരോ കുടുംബങ്ങളും കുട്ടനാട് ഉപേക്ഷിച്ച് ചങ്ങനാശ്ശേരിയിലേക്കും അതുപോലെ തന്നെ ആലപ്പുഴയിലേക്കും പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഏതാണ്ട് ഒരു 20 വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന തുടർ സംഗതിയാണ്. ഇത് നിർത്തലാക്കുവാൻ, കുട്ടനാട്ടിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യുന്ന ആ ഒരു പ്രത്യേക സംഗതി ഇല്ലാതാക്കുവാൻ ഗവൺമെൻറ് ഫലപ്രദമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് AC കനാൽ സംരക്ഷണ സമിതി ഇവിടെ ഈ കുടുംബ സംഗമത്തിലൂടെ ആവശ്യപ്പെടുന്നത്. കനാൽ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി മുട്ടാർ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AC വിജയപ്പൻ, അലക്സാണ്ടർ പുത്തൻപുര, എബിൻ അലക്സാണ്ടർ, ലിജു വിദ്യാധരൻ, അപ്പച്ചൻകുട്ടി ആശാപറമ്പ്, കറിയാച്ചൻ വടകര തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ചെട്ടിക്കാട് വീടിന് പിൻഭാഗത്ത് കൊന്നു കുഴിച്ചിട്ട നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെടുത്തു. പൂങ്കാവ് വടക്കൻ പറമ്പിൽ റോസമ്മയുടെ മൃതദേഹമാണ് പുറത്തെടുത്തത്. റോസമ്മയുടെ കൊലപാതകത്തിൽ സഹോദരൻ ബെന്നിയാണ് അറസ്റ്റിലായത്. റോസമ്മ രണ്ടാം വിവാഹം കഴിക്കാനുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് സൂചന. റോസമ്മയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം വീടിന് പിൻഭാഗത്ത് കുഴിച്ചിടുകയായിരുന്നു. ആലപ്പുഴ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത്. തനിക്ക് ഒരു കയ്യബദ്ധം പറ്റിയെന്ന് ബെന്നി സഹോദരിയുടെ മകളോട് പറഞ്ഞിരുന്നു. ഇതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് ബെന്നിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചുപോയ റോസമ്മയ്ക്ക് 2 മക്കളാണുള്ളത്. 60 വയസ്സുള്ള റോസമ്മ സഹോദരൻ ബെന്നിയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ജനസാഗരത്തെ സാക്ഷിയാക്കി ഇത്തിത്താനം ഇളങ്കാവ് ദേവീക്ഷേത്രാങ്കണത്തിൽ തലയെടുപ്പോടെ ഉയർന്നു നിന്നത് തൃക്കടവൂർ ശിവരാജ്. ഗജമേളയിൽ അണിനിരന്നത് കേരളത്തിലെ എണ്ണം പറഞ്ഞ 15 കരിവീരന്മാർ. തൃക്കടവൂർ ശിവരാജു, പുതുപ്പള്ളി കേശവൻ, പാമ്പാടി രാജൻ, ഗുരുവായൂർ രാജശേഖരൻ തുടങ്ങി കേരളത്തിലെ എണ്ണം പറഞ്ഞ കരിവീരന്മാരാണ് ഗജമേളയിൽ അണിനിരന്നത്. ഇത്തിത്താനം ഗ്രാമത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി എത്തുന്ന കുംഭകുട കാവടി ഘോഷയാത്രകൾക്ക് അകമ്പടി സേവിക്കുന്ന ആനകളാണ് ഗജമേളയിൽ അണിനിരക്കുന്നത്. ഗജരാജ സംഗമം കാണാൻ എത്തിയതാകട്ടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമായി 10,000ങ്ങളും. കാവടി കുംഭകുട ഘോഷയാത്രകൾക്കും അഭിഷേകത്തിനും ശേഷം വൈകുന്നേരം 4-നായിരുന്നു ഗജമേള. ആയിരക്കണക്കിന് ആനപ്രേമികൾ ഇമവെട്ടാതെ കാത്തുനിന്നു. ഏത് ഗജരാജനാണ് തലയെടുപ്പ്? എല്ലാവരും ഒന്ന് നോക്കി. സംശയമില്ല, ആ കിരീടം തൃക്കടവൂർ ശിവരാജുവിന് തന്നെ. ലക്ഷണമൊത്ത ആനയായ പാമ്പാടി രാജൻ ഗജരാജ പട്ടവും നേടി. തലയെടുപ്പിൽ 1ാം സ്ഥാനത്ത് വന്ന തൃക്കടവൂർ ശിവരാജു 10ാമതേ നാളിലെ ആറാട്ടിൽ ദേവിയുടെ തിടമ്പേറ്റും. ഗജരാജപ്പട്ടം ചൂടിയ പാമ്പാടി രാജൻ ഇടത്തെ കൂട്ടും പുതുപ്പള്ളി കേശവൻ വലത്തെ കൂട്ടും അകമ്പടിയാകും. 10ാമതേ നാളിൽ ഉച്ചകഴിഞ്ഞ് 3:30 ആറാട്ട് പുറപ്പാട്. വൈകുന്നേരം 5:30 ആറാട്ട് എഴുന്നള്ളത്ത്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ബുധനാഴ്ച അതിപുലർച്ചെയായിരിക്കും തിരു ആറാട്ട് സമാപിക്കുക.
അസന്നിഹിതരുടെ വോട്ട്. കോട്ടയത്ത് ഏപ്രിൽ 20 വരെ വീട്ടിൽ വോട്ട് ചെയ്തത് 10,545 പേർ. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ അസന്നിഹിത വോട്ടർമാർക്കുള്ള വോട്ടെടുപ്പിൽ 10,545 പേർ വീടുകളിൽ വോട്ട് ചെയ്തു. ഏപ്രിൽ 20 വരെയുള്ള കണക്കാണിത്. 85 വയസ്സ് പിന്നിട്ടവർക്കും ഭിന്നശേഷിക്കാർക്കുമാണ് വീട്ടിൽ വോട്ടിന് സൗകര്യമൊരുക്കിയിരുന്നത്. 85 വയസ്സ് പിന്നിട്ട 8,136 പേരും ഭിന്നശേഷിക്കാരായ 2,379 പേരുമാണ് വോട്ട് ചെയ്തത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുറക്കാട് യൂണിറ്റ് വ്യാപാര ഭവൻ യാഥാർത്ഥ്യമായി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വ്യാപാരികൾക്ക് സംഘടനയിൽ നിന്നും ലഭിക്കാനുള്ള തുകയുടെ വിതരണ ഉദ്ഘാടനവും രാജു അപ്സര നിർവഹിച്ചു. രാജു അപ്സരയ്ക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി. ബാലേന്ദ്രൻ ചേട്ടനെ ഞാൻ വർഷങ്ങളായി പരിചയപ്പെട്ടു. 2015 ഞാൻ ജില്ലയുടെ പ്രസിഡന്റായി മത്സരിക്കുമ്പോൾ എൻ്റെ നേതാവ് RK പ്രസാദിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഞാൻ മത്സരരംഗത്ത് വന്നത്. എനിക്ക് കുറച്ച് പേരുകൾ എഴുതിത്തന്നു. അതിൽ ഒന്നാമത്തെ പേര് ശ്രീ B ബാലചന്ദ്രൻ്റെ പേരായിരുന്നു. അദ്ദേഹത്തെ കാണണം. ഈ ജില്ലയിലെ ഏറ്റവും സീനിയറായ, ഏറ്റവും ആത്മാർത്ഥതയുള്ള, സംഘടനയുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന നല്ലൊരു നേതാവാണ് ശ്രീ ബാലചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു വരും തന്നെ ചെയ്യും എന്നാണ് ശ്രീ RK പ്രസാദിനോട് പറഞ്ഞത്. ഇന്നും RK പ്രസാദിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റായിട്ട് മത്സരിച്ചതും വിജയിച്ചത്. ഞാൻ ബാലേന്ദ്ര ചേട്ടനെ കണ്ടു, അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചു. ആ അനുഗ്രഹം ദൈവം കടാക്ഷിച്ചു. ഞാൻ ജില്ലയുടെ പ്രസിഡന്റായി, തുടർന്ന് ഞാൻ സംസ്ഥാന പ്രസിഡന്റായി, ദേശീയ ഉപാധ്യക്ഷനായി. ഇന്ന് വ്യാപാര മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃത്വ രംഗത്ത് എനിക്ക് വരാൻ സാധിച്ചു. ഉദ്ഘാടന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് B ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി പ്രതാപൻ സൂര്യാലയം, യൂണിറ്റ് ജനറൽ സെക്രട്ടറി തങ്കച്ചൻ തോമസ്, വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. പായിപ്പാട് പഞ്ചായത്തിലെ UP വിഭാഗം കുട്ടികൾക്കായി ഒരാഴ്ച നീണ്ടുനിന്ന ചിത്രകലാ പരിശീലന പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം നടത്തി. JCI നാലുകോടിയുടെയും റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശീലന പരിപാടി. പായിപ്പാട് ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിൽ പ്രസിഡന്റ് CJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 4.5 വയസ്സെത്തുമ്പോഴാണ് അവരുടെ ഇന്റലിജൻസ്, ബുദ്ധിയുടെ 50% വികാസം പ്രാപിക്കുന്നത്. 4.5 വയസ്സ്. പിന്നെയുള്ള 25 വയസ്സ് എത്തുന്ന സമയത്താണ് ബാക്കി 50% ബുദ്ധിവികാസം പ്രാപിക്കുന്നത്. ഈ 4.5 വയസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കടത്തുന്നത്? നന്മകളാണോ, അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള വിവരങ്ങളാണോ നമ്മുടെ ഉള്ളിലേക്ക് കടത്തുന്നത്? അത് നമ്മുടെ ഉള്ളിൽ കിടക്കും. നമ്മൾ മോശപ്പെട്ട കാര്യങ്ങളാണോ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് പറഞ്ഞാൽ അതായിരിക്കും നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഈ 4.5 വയസ്സ് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അത് കഴിഞ്ഞ് 12 വയസ്സ്, ഏകദേശം എനിക്ക് നിങ്ങളുടെ പ്രായത്തിലാണ്, നിങ്ങളുടെ ഈ പ്രായത്തിലാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ, നിങ്ങളുടെ ഭാവിയുടെ, നിങ്ങളുടെ അംബീഷൻ ഒക്കെ രൂപീകരിക്കുന്ന സമയമാണ് ഈ 12 വയസ്സെന്ന് പറയുന്നത്. നാലുകോടി പള്ളി വികാരി ഫാദർ സഖറിയാസ് കരിവേലിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷൻ കോർഡിനേറ്റർ ജോഷി കൊല്ലാപുരം, ചിത്രരചനാ മത്സരത്തിൽ വിജയിച്ച എയ്ഡിൻ സിബി, അന്ന സുരേഷ്, മഹി മനോഹരൻ, അശ്വിനി ഷിബു, രാഹുൽ VR, ഹരിപ്രിയ എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി. JCI നാലുകോടി പ്രസിഡന്റ് ഡോൺ മാത്യു കരിങ്ങട, ചിത്രകലാ പരിശീലനം നൽകിയ നാലുകോടി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ചോരേട്ടനും മരിയ കട്ടത്രയ്ക്കും സ്നേഹസമ്മാനം നൽകി. UP സ്കൂൾ ഹെഡ്മാസ്റ്റർ PG മനോജ്, അങ്കണവാടി അധ്യാപിക പുഷ്പലത, ജാഗ്രതാ സമിതി കോർഡിനേറ്റർ NV വിനുമോൾ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ കുട്ടനാട് നേറ്റീവ്സ് കൂട്ടായ്മ പ്രസിഡന്റ് കുര്യൻ J മാലൂർ നടത്തുന്ന കുത്തിയിരിപ്പ് സമരം 21 ദിവസം പിന്നിട്ടു. പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും വരെ സമരം തുടരുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞാൻ കുട്ടനാട്ടിൽ കഴിഞ്ഞ 23 വർഷമായിട്ട് പൊതുരംഗത്ത് സജീവമായിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ഈ സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ആലപ്പുഴ കളക്ടറേറ്റിന് മുമ്പിൽ കുട്ടനാട് നേറ്റീവ്സ് കൂട്ടായ്മ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ കുത്തിയിരിപ്പ് സമരമായിട്ട് ഇപ്പോൾ 21 ദിവസമായി.
പുളിങ്കുന്ന്, കാവാലം, നീലമ്പേരൂർ, കൈനഗിരി പഞ്ചായത്ത് ഉൾപ്പെടെ വിശാല കുട്ടനാട്ടിൽ സർക്കാർ പൈപ്പ് വെള്ളം കിട്ടുന്നതുവരെ എല്ലാ വീട്ടുകാർക്കും 365 ദിവസവും സർക്കാർ കുടിവെള്ളം സൗജന്യമായി നൽകുക, നെല്ലിൻ്റെ വില 7 ദിവസത്തിനകം ബാങ്ക് അക്കൗണ്ടിൽ നൽകുക, കാവാലം പാലം നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കുക, പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രി നിർമ്മാണം ആരംഭിച്ച് വേഗത്തിലാക്കുക, കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം തടയുന്നതിന് AC കനാൽ തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കുര്യൻ ജെ മാലൂർ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. കായിക പ്രേമികൾക്ക് വിസ്മയമായി കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും ഒരു കമന്ററി കലാകാരൻ. മാന്നാർ പാവുക്കരയിൽ നടന്ന കബഡി ടൂർണമെന്റിലാണ് മലയാളം മുതൽ മറാഠി വരെയുള്ള 6 ഭാഷകളിൽ കമന്ററി പറഞ്ഞ് ദിവാകർ ഉപ്പള എന്ന കലാകാരൻ ശബ്ദവിസ്മയം തീർത്തത്. What a skill of Arun. 21-6. കണ്ട ഏറ്റവും മികച്ച കബഡി ടൂർണമെന്റ് ഓൾ ഇന്ത്യ കബഡി 6 ടീമുകൾ 4 ടീമുകൾ സെമിയിലെത്തും. Now the time out for Ratnam College, Coimbatore. മാന്നാർ പാവുക്കര യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 29ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന അഖിലേന്ത്യാ പ്രോ കബഡി ടൂർണമെന്റിലാണ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, മറാഠി, തുളു എന്നീ ഭാഷകളിൽ കമന്ററി പറഞ്ഞ് ദിവാകർ ഉപ്പള എന്ന 47കാരൻ കാണികളെ വിസ്മയിപ്പിച്ചത്. കാസർഗോഡ് ഉപ്പള, മംഗൽപാടി, പരേതനായ കൃഷ്ണച്ചെട്ടിയാരുടെയും കാർത്തിയായനിയുടെയും 6 മക്കളിൽ ഇളയവനാണ് ദിവാകർ. കേബിൾ TV ടെക്നീഷ്യൻ കൂടിയായ ഈ കലാകാരൻ 1995 മുതൽ കമന്ററി രംഗത്ത് സജീവമാണ്. സ്കൂൾ കാലഘട്ടത്തിൽ നാടകങ്ങളിൽ അഭിനയിച്ചതൊഴിച്ചാൽ മറ്റ് കലാപാരമ്പര്യങ്ങളൊന്നും തന്നെ ദിവാകറിനില്ല. പഠനത്തിന് ശേഷം 2 വർഷം സഹോദരങ്ങളോടൊപ്പം മുംബൈയിലായിരുന്നപ്പോൾ സ്വായത്തമാക്കിയ ഹിന്ദി ഭാഷയിലായിരുന്നു കമന്ററിയുടെ തുടക്കം. ചെറുപ്പത്തിലെ തന്നെ കമന്ററി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ദിവാകർ TV-യിൽ വരുന്ന ക്രിക്കറ്റ് ടൂർണമെന്റുകൾക്ക് സ്വന്തം ശൈലിയിൽ കമന്ററി പറഞ്ഞാണ് പഠിച്ചു തുടങ്ങിയത്. പ്രാദേശിക മത്സരങ്ങൾ കാണാൻ പോയപ്പോൾ അപ്രതീക്ഷിതമായി കമന്ററി പറയാൻ മൈക്ക് കിട്ടി. അങ്ങനെ മത്സരങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാവുകയായിരുന്നു ദിവാകർ. ക്രിക്കറ്റാണ് എൻ്റെ അനൗൺസ്മെന്റ് കലാരംഗത്ത് തുടക്കം. അതിനുശേഷമാണ് സ്റ്റേജും മറ്റ് ഗാനമേളയും ഡാൻസ് പരിപാടി. ഏതൊക്കെ മൈക്കിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം ഒരുപക്ഷെ ഇപ്പോൾ ചെയ്തുകൊണ്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് ആയതുകൊണ്ട് തന്നെ പല ഭാഷകളുള്ള ജില്ലയല്ല, എല്ലാവർക്കും അറിയാവുന്ന ജില്ലയാണ്. അപ്പോൾ ഞാൻ ഈ ക്രിക്കറ്റ് കമന്ററി തുടങ്ങിയത് മലയാളത്തിലും അല്ല, കന്നഡയിലും അല്ല. ഞാൻ കമന്ററി തുടങ്ങിയ ആദ്യം ഹിന്ദിയിലാണ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ പാട് ഞാൻ ബോംബെ പോയി. എൻ്റെ ഏട്ടന്മാരൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ബോംബെയിലായിരുന്നു. അപ്പോൾ ആദ്യം ഒരു 2 വർഷത്തെ ബോംബെ ജീവിതം, അരമുറി ഹിന്ദി, ആ ഹിന്ദിയിലാണ്. ആ 2 വർഷത്തെ ഇതിന് ശേഷം ഞാൻ 94-95 നാട്ടിൽ വരുന്നു. ആ കാലഘട്ടത്താണ് ആദ്യമായിട്ട് മൈക്ക് പിടിക്കുന്നത്, അതായത് കമന്റേറ്റർ. അരമുറി ഹിന്ദിയിലാണ് ആദ്യം കമന്ററി ഹിന്ദി തുടങ്ങി. അതിനുശേഷം പരിപാടിക്ക് പോയി ഞാൻ പോകുന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് കമന്റേറ്റർ ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്ന ചില വാക്കുകളെല്ലാം ക്യാച്ച് ചെയ്ത് ഇപ്പോൾ അതന്നെ 6 ഭാഷയിൽ പറയും. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള ദിവാകർ 12ഓളം A ഗ്രേഡ് കബഡി മത്സരങ്ങൾക്കും കേരളത്തിൽ നടക്കുന്ന പ്രധാന ക്രിക്കറ്റ്, കബഡി, വടംവലി മത്സരങ്ങളിലും ഓൾ ഇന്ത്യ കബഡി ടൂർണമെന്റിനു വേണ്ടി 2019 ദുബായിലും 2023 ഖത്തറിലും കമന്ററിയിൽ തന്റെ ശബ്ദം കൊണ്ട് ആവേശം പകർന്നിരുന്നു. സർക്കാരിന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പുകൾക്ക് ശബ്ദം നൽകുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ ഇടയ്ക്കിടെ വരാറുണ്ടെങ്കിലും ആലപ്പുഴ ജില്ലയിൽ ഇതാദ്യമായാണ് ദിവാകർ കമന്ററിയുമായി എത്തുന്നത്. ಸೊ ಯುವಧಾರ ಮಾನಾರ್ ರಾಷ್ಟ್ರೀಯದಲ್ಲಿ ಜರುಗುವಂತಹ ಅಖಿಲ ಭಾರತ ಮಟ್ಟದ ಕಬಡ್ಡಿ ಸ್ಪರ್ಧೆಗ ನಿರೂಪಕನಾಗಿ ಕಾಸರಗೋಡಿನಿಂದ ನಾನು ಬಂದಿದ್ದೀನಿ. ಸೊ लीजिए दोस्तों, आप देखने जा रहे हैं जो मानार की धरती पर एक अखिल भारतीय स्तर की कबड्डी प्रतियोगिता जो युवधारा के नेतृत्व में होगा, और इसके लिए आप सभी को हम स्वागत करना चाहूंगा. So ladies and gentlemen, we are going to witnessing one of the popular kabaddi tournament which has been organized by Yuvadhara. And this occasion, welcome to each and everyone. So ബന്ധുലെ തുളു ഭാഷ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6755 രൂപ, പവന് 54,040 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.